ഈ പൊള്ളുന്ന ചൂടിലും തളരാത്ത ഒരു മനസ്സും നിറയെ സന്തോഷങ്ങളുമായി ഞങ്ങൾ മുത്തപ്പൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയിലാണ്. നല്ല വെയിലാണ് പുറത്ത്, നല്ല ചൂടും. ഞങ്ങളുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് സ്വന്തം സഞ്ജുവാണ്. അപ്പോൾ മുത്തപ്പൻ്റെ ക്ഷേത്രം എത്തി ആ ഒരു ഇറക്കത്തിലാണ്. വളരെ ദുർഗം പിടിച്ച ഒരു ഇറക്കമാണ് കേട്ടോ. ഇന്ന് സാധാരണ അവധി ദിവസം അല്ലാത്തതിനാൽ തിരക്കില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് നല്ല തിരക്കുണ്ട്, നിറയെ വണ്ടികളും. അപ്പോൾ ഇനി അടുത്തായി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ടുള്ളൊരു യാത്രയാണ്. പാർക്കിങ്ങിനായി അവിടെ ഒരു പെയ്ഡ് പാർക്കിങ്ങിലാണ് ഞങ്ങൾ പോയത്. പെയ്ഡ് പാർക്കിംഗ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ സമാധാനത്തിൽ പാർക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പോകും. അങ്ങനെ വഴിയരികിലെ കടകളിലെ നിറമാർന്ന പലതരം കാഴ്ചകളും കണ്ട് പതുക്കെ ഞങ്ങൾ നടക്കുകയാണ് മുത്തപ്പ സന്നിധിയിലോട്ട്. കണ്ടില്ലേ, നിറയെ കട, ഇപ്പോൾ ഒരുപാട് കടകളോട് വന്നിട്ടുണ്ട്. നിറയെ മുത്തപ്പൻ്റെ ഫോട്ടോകളും മറ്റ് സാധനങ്ങളും ഒക്കെയായി രണ്ട് ഭാഗത്തും വഴിയുടെ രണ്ട് ഭാഗത്തായിട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു നിറയെ ആൾക്കാരുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ നമ്മൾ ആ തണൽ നിറഞ്ഞ വഴികളിലെത്തി അതിലൂടെ നടക്കുകയാണ് ഞങ്ങൾ. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് തിരിഞ്ഞ് മുത്തപ്പൻ്റെ സന്നിധിയിലോട്ട് നേരിട്ട് പ്രവേശിക്കാൻ പറ്റും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ വരാറുണ്ട്. എന്താണെന്നറിയില്ല, ആ ഒരു ശക്തി വളരെ വളരെ ഒരു ഊർജം തരികയാണ് ഞങ്ങൾക്ക് എപ്പോഴും. ഒരിക്കൽ വന്നാൽ പിന്നെയും മുത്തപ്പനെ കാണാനുള്ളൊരു മനസ്സ് എപ്പോഴും ഞങ്ങൾക്ക് മുത്തപ്പൻ തന്നാണ്, അനുഗ്രഹിച്ചാണ് അവിടുന്ന് മടങ്ങി വരാറല്ലേ, മടക്കി വിടാറ്. അതാണ് മുത്തപ്പൻ. ഞങ്ങൾ കണ്ണൂർക്കാരുടെ പ്രിയപ്പെട്ട പൊന്നു മുത്തപ്പനാണ്. അങ്ങനെ വഴിയരികിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇതേപോലെ നടന്നു പോവുകയാണ്. എപ്പോഴും മുത്തപ്പൻ്റെ അടുത്ത് വന്നാലും ഞങ്ങൾ ഇതുപോലുള്ള കടകളിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇത്തവണയും വാങ്ങിച്ചു കേട്ടോ. അത് ഞാൻ പോകുമ്പോഴും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. മുത്തപ്പ ശരണം മനസ്സുകൊണ്ട് മുത്തപ്പനെ ധ്യാനിച്ച് ഇത് മുത്തപ്പൻ്റെ സന്നിധിയിലെത്തി. മുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നടയിലൂടെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. മനസ്സിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷം, ഒരുപാട് സന്തോഷം. ഇപ്പോഴെപ്പോഴും ഇവിടെ വരാൻ തോന്നുന്നതിൻ്റെ കാരണം ഈ ഒരു ശക്തി തന്നെയാണ് കേട്ടോ. ഇടതുവശത്തായിട്ട് ചോറൂണിന് നിറയെ ആൾക്കാർ ക്യൂ ഉണ്ട്. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ മുത്തപ്പനെ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഇടതുഭാഗത്ത് കാണുന്നത് അവരുടെ തറവാടാണ്. മുത്തപ്പൻ കെട്ടിയാടി ഈ തറവാട്ടിലോട്ട് പ്രവേശാനുഗ്രഹം ഭക്തർക്ക് ചൊരിയുന്ന ഒരു കാഴ്ചയും ഞങ്ങൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ മുത്തപ്പൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കാണാൻ പോയാണ്. വഴിയിൽ യൂട്യൂബർ കണ്ടില്ലേ, ഇവിടെയാണ് മുത്തപ്പൻ്റെ അന്നദാനം. ഞങ്ങളിത് അന്നദാനം കഴിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ, അന്നദാനത്തിൽ പങ്കെടുത്തിട്ടേ പോകുന്നുള്ളൂ. മുത്തപ്പൻ്റെ ക്ഷേത്രത്തിന് മുന്നിലായി കാണുന്ന ഈ ഒരു പുഴ ശ്രദ്ധിച്ചില്ലേ, എന്ത് മനോഹരമായ പുഴയാണ്, ശാന്തമായി ഒഴുകുന്ന പുഴ. ഭക്തന്മാർക്ക് അവിടെ ബോട്ട് സഞ്ചാരവും മറ്റും ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിലിറങ്ങി കാല് കഴുകിയിട്ടാണ് മുത്തപ്പൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുക. വളരെ മനോഹരമായൊരു പുഴയാണ്, ശാന്തസുന്ദരമായ പുഴ. എന്തായാലും ക്യാമറ എടുത്ത് ഉള്ളിലേക്ക് പോകാൻ നിർവാഹമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ കണ്ട് തിരിച്ചു വന്ന് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് അന്നദാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുത്തപ്പൻ്റെ അന്നം കഴിക്കാൻ, ഇത്രയും അന്നം കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. അങ്ങനെ അന്നദാനത്തിന് വളരെ വലിയൊരു ക്യൂ ആണ്. അപ്പം ഞങ്ങൾ അന്നം കഴിക്കാൻ വേണ്ടി അവിടെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് പതുക്കെ പ്രവേശിച്ചു. അവിടെ ലേഡീസിനൊരു കൗണ്ടറുണ്ട്, ജെൻസിന് മറ്റൊരു കൗണ്ടറാണ് കേട്ടോ. 2 പേർക്കും 2 കൗണ്ടറാണ്.
നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് ക്യൂ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ്റെ പ്രസാദം ഞങ്ങളുടെ മുന്നിലെത്തി. ചോറും നല്ല ഒരു മോര് കറിയും പിന്നെ മോര് കാച്ചതൊക്കെ നല്ലൊരു ഊണ്. അങ്ങനെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറച്ച് മുത്തപ്പൻ അന്നവും നൽകി, ഇന്നത്തെ അന്നം. അത് കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ മുത്തപ്പൻ്റെ പ്രസാദം, അതായത് ചായ കുടിക്കാൻ വേണ്ടി പോയി. ഒരു ചായ കുടിച്ചു. കൂടാതെ പയറും കിട്ടി കേട്ടോ. മുത്തപ്പൻ്റെ തേങ്ങയുടെ ഒരു കഷ്ണവും പിന്നെ കുറച്ച് പയറും. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിലൊക്കെ സാമാന്യം നല്ല ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് തേങ്ങയും പയറും കിട്ടി. അതും കഴിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു കടയിൽ കയറിയപ്പോൾ ഞാൻ വെറുതെ നോക്കിയപ്പോൾ അവിടെ ഒരു കാറിൽ ഫ്രണ്ടിൽ തൂക്കിയിടാൻ വേണ്ടി മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചു. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കടക്കാരൻ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളത് വാങ്ങിച്ച് ഈ ഒരു സാധനം, മുത്തപ്പൻ്റെ ഒരു പ്രതിമ, ഇത് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറ് വെച്ച പോയിന്റിലോട്ട് നടക്കുകയാണ്. നമ്മൾ കാറ് വെച്ചത് മനോഹരമായൊരു സ്പോട്ടാണ് കേട്ടോ. അതും പുഴയുടെ തീരത്തായിട്ടുള്ള ഒരു വളരെ മനോഹരമായൊരു സ്പോട്ട്. തണലത്ത് കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ് വണ്ടി വെച്ചത്. അങ്ങനെ ആ സ്പോട്ടിലോട്ട് നമ്മളെത്തി. വളരെ മനോഹരമായൊരു സ്പോട്ടിന് ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. വളരെ മനോഹരമായ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയാണ് പഞ്ച്, ബ്ലൂ കളർ വണ്ടിയാണ് ഞങ്ങളുടേത്. അപ്പം നമ്മൾ ഡ്രൈവർ ഓൾറെഡി വന്ന് AC ഒക്കെ ഇട്ട് വണ്ടിയൊക്കെ ഒന്ന് തണുപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളും വണ്ടിക്കരികിലോട്ട് ഇനിയും മുത്തപ്പനെ കാണാം എന്നുള്ള മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരെയും മുത്തപ്പ ദൈവം